അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് റോബ്ലോക്സിലെ ഐസ് ഹൊറർ ഗെയിമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഇതാ റോബ്ലോക്സ് കളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ എന്റെ അനിയത്തി അതും ഇതുമൊക്കെ പറഞ്ഞതാണ്. അനിയത്തി ഭയങ്കര കുരുത്തക്കേടാണ് ഗൈസ്, എപ്പോഴും എന്നെ അതും ഇതുമൊക്കെ പറയും ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്, നമ്മക്കിപ്പോ നമ്മുടെ കാര്യം നോക്കാം ഗൈസ്. ഐസ് ഹൊറർ ഗെയിം കളിക്കണം ഗൈസ്, അതല്ലേ നമ്മുടെ കാര്യം. അപ്പൊ നമ്മള് ഐസ് ഹൊറർ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഐസ് ഹൊറർ ഗെയിം തിരയണം ഗൈസ്. ഞാനും എന്റെ അനിയത്തിയൊക്കെ കളിക്കുന്ന ഒരു കളിയാണ് ഐസ് ഹൊറർ ഗെയിം എന്ന് പറയുന്ന കളി. അപ്പൊ നമ്മൾ ഐസ് ഹൊറർ ഗെയിം കളിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇത് ചിലവർക്ക് കളിച്ചവർക്ക് മനസ്സിലാവുമായിരിക്കും ഇതിന്റെ കളി എങ്ങനെയൊക്കെയാന്ന്. ഒരു ദിവസം ഞാനും അനിയത്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പൊ ഒരാൾ ഫിഷയ്ക്ക് കൊടുത്തു, ഫിഷയ്ക്കല്ല സോറി, ബലി കൊടുത്തു പ്രേരത്തിന്റെ മുമ്പിൽ. എന്റെ അനിയത്തി ആണെങ്കിൽ മേളില് പ്രേരം കുടുങ്ങി കിടക്കുമായിരുന്നു. ആ സമയത്ത് ഞാനും മേളിലുണ്ടായിരുന്നു. പ്രേരം മതിലിൽ ഉമ്മ വച്ചോണ്ടിരിക്കുവായിരുന്നു. അനിയത്തി ആടക്കി താഴേന്ന് മേളിൽ കയറി വന്നപ്പോ പ്രേരം കടിച്ചില്ല. മേളിന്ന് താഴെ വരാൻ പോയപ്പം പ്രേരത്തിന്റെ അടുത്ത് പോയി നിന്ന് ഡാൻസ് വെച്ചിട്ട് പറയുന്നത് കണ്ട് പടിയുന്നു. അങ്ങനെ ലാസ്റ്റ് പ്രേതം റിലീസ് ആവുകയും ചെയ്ത് അതിനെ കൊല്ലുകയും ചെയ്ത്. അതിന്റെ അടുത്തൊരാളുണ്ടായിരുന്നു, അവനെയും കൊല്ലുകയും ചെയ്ത്, പിന്നെ എന്നെയും കൊല്ലുകയും ചെയ്ത്. അപ്പൊ നമുക്കതൊന്ന് പറഞ്ഞിരിക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. നമ്മളത് കാഷ്വലാണ് കളിക്കാൻ പോണത്. അപ്പൊ നമുക്ക് സമയമില്ല, നമ്മളിപ്പോ കളിച്ച് ഇരിക്കണം കഴിച്ച്. നമ്മള് സ്പീഡസ്റ്റ് ആളുകളാണ് അല്ലേ. നിങ്ങൾ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ജനിച്ചില്ല ഗൈസ്, അപ്പൊ തന്നെ കളിച്ചത് പ്രേരം. അയ്യോ ഗൈസ്, പ്രേരം നമ്മള് ജനിച്ചില്ല ഗൈസ്, അപ്പൊ തന്നെ പ്രേരത്തിന് കഷ്ടം തന്നെ കേട്ടാ. പ്രേരത്തിന് കഷ്ടം കിട്ടട്ടെ പ്രേരയെ. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് അയ്യോ പെട്ട് അയ്യോ രക്ഷപ്പെട്ടു ഗൈസ്. നമുക്കിപ്പോ രക്ഷപ്പെട്ടു. നമുക്കിപ്പോ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കളിക്കാം. പ്രേരത്തിന്റെ കണ്ണി പെട്ട് കഴിഞ്ഞാൽ തീർന്നതോടെ ഗൈസ് നമ്മളെ. അപ്പൊ പ്രേരം വന്ന് പെട്ട് നമ്മള് പെട്ട് പ്രേരം ഇങ്ങോട്ട് വരലേന്ന് പ്രാർത്ഥിക്ക്. അയ്യോ പെട്ട് നമുക്ക് ഒന്നുകൂടെ കളിക്കാൻ ഗൈസ്. ഒന്ന് പ്രേരത്തിന്റെ കഷ്ടകാലം നന്നിട്ട് നമ്മള് നാട് വിട്ടു പോത്തോളൂ ഗൈസ്. അത്രയ്ക്ക് നിർബന്ധം നമ്മക്കുണ്ട് ഗൈസ്. അയ്യോ പെട്ടെന്ന് കേറ് ഗൈസ്, നമ്മളിപ്പോ പെട്ടെന്ന് കേറി. പ്രേരമെന്ന് വെച്ചാൽ ഭയങ്കര പ്രേരമാണ് ഗൈസ്. അയ്യോ ഈ പ്രേരം നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ലല്ലോ ഗൈസ്. അപ്പൊ നമുക്ക് കളിച്ചു നോക്കാം. പ്രേരം നമ്മളെ ചിലപ്പോ വെറുതെ വിട്ടാലാ. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് പ്രേരത്തിന്റെ ഇടയിൽ കൂടെ ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, നല്ല രസമാണ്. നമുക്കൊരു കണ്ണ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പ്രേരം മേളിൽ കയറി താഴെ പോയി നിൽക്കുകയാണ്. ഭയങ്കര പാട്ടാണ് എല്ലാവരും ഗൈസ്, അതാണ് പ്രശ്നം. പ്രേരം അയ്യോ പെട്ട് ഇപ്പൊ നമ്മൾ മരിക്കാനായി. നമുക്കിപ്പോ മേളിൽ കയറി അയ്യോ ചുമ്മാ. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം വാശിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. വാശിയിലാണ് നമ്മൾ ഗൈസ് ഇറങ്ങിയിട്ടുള്ള ഈ പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ ജയിച്ചിരിക്കും അല്ലെ, നോക്കിക്കോ ഗൈസ്.
നമ്മള് വാശിയിൽ ഇറങ്ങിയിരിക്ക, വാശിയില് ജയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയിൽ ഇറങ്ങിയിരിക്കുക നമ്മള്. ഇന്ന് ജയിച്ചിട്ടേ ബാക്കി പണിയുള്ളൂ ഗൈസ്. വേറെ ഇതിനു മുമ്പ് ജയിച്ചിട്ട് നമ്മള് ഇന്ന് വാശിയിൽ ഇറങ്ങിയിരിക്കരുത് ഗൈസ്. ഈ വാശി ജയിക്കണം ഗൈസ്. വേറെ നമ്മളെ ഇങ്ങനെ പിടിച്ച് കൊന്നു കളഞ്ഞു വാശിയാല് ഗൈസ്. നമുക്ക് പെട്ടിയുടെ മേളിൽ കയറിയിരിക്കാം. പെട്ട് 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 അയ്യോ പെട്ടിലായത് അവള്. പ്രേതം ഭയങ്കര പ്രേതമാണ്. ബാത്റൂമിൽ കയറാൻ പറ്റും പ്രേതത്തിന്, പിന്നെ ഇവിടെയും കയറാൻ പറ്റും പ്രേതത്തിന്. ഫ്രീയാ. അതെന്താണെന്നൊന്നും അറിയാൻ വയ്യ ഗൈസ്. പ്രേതത്തിന് ഫ്രീയാ. പ്രേതം എന്താ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് ഒരു കടി ചത്തുപോയി. ഇത് ഞാൻ വാശിയിൽ ഇറങ്ങിയേക്കുവാ ഗൈസ്. ഈ വാശി ഉറപ്പാ. ഈ വാശി ജയിക്കണം ഗൈസ്. അങ്ങനല്ല എല്ലാവരും കൂടി ആയിട്ടുള്ള വാശിയാണ്. അപ്പൊ നമ്മള് വാശിയിൽ ഇറങ്ങി. അയ്യോ വാശിയിലിറങ്ങി നമ്മള് തോറ്റുപോയി ഗൈസ്. ഇല്ല, നമ്മൾ തോറ്റ് കൊടുക്കത്തില്ല ഗൈസ്. നമ്മൾ തോറ്റ് കൊടുക്കൂന്ന് വിചാരിക്കാണ്ട പറയണം. എന്താ ഗൈസ് വാശിയാണ് ഗൈസ്, വാശി ഗൈസ്. ഇന്ന് ഈ വാശി നമ്മൾ നടത്തിയിരിക്കും ഗൈസ്. അല്ലെങ്കിൽ നമ്മള് മരിക്കാൻ വരെ വേറെ നമ്മൾ ഈ വാശിയിലായിരിക്കും ഗൈസ്. പ്രേതത്തിന്റെ മുമ്പിൽ കയറി. പ്രേതത്തിനെ നമ്മൾ വെറുതെ വിടത്തില്ല നമ്മൾ ഗൈസ്. പ്രേതത്തിനെ കൊന്നിട്ടേ നമ്മൾ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാല് 10 ലൈക്കാണ്. ലൈക്ക് ചെയ്യുന്നവർക്ക് നമ്മളിപ്പം ഗ്രാനി കളിക്കും. ഗ്രാനി അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം. മാത്രമല്ല സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചാനലിന് ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ എന്റെ ചാനലിലൊന്നും പോയി നോക്കണം. പാവല്ലേ ഗൈസ്, ഞങ്ങളെയൊക്കെ സഹായിക്കുക. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടിൽ ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ നമ്മളിതിന്റെ താഴെ കിടക്കുന്ന SUB പിന്നെ ബാക്കി സ്പെല്ലിംഗ് ഒക്കെ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അടുത്തൊരു ബെൽ ബട്ടൺ വരും. അതിലൊന്ന് അമുക്കണേ ജസ്റ്റ് ഒന്ന് പ്ലീസ് ഗൈസ്. നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ അപ്പൊ നമ്മള് വാശിയിൽ അകഞ്ഞിരിക്കുവാണ് ഗൈസ്. നമ്മള് വീരനെ കണക്ക് വീരൻ. ഈ വീരൻ ജയിക്കും ഗൈസ്. വീരൻ നമ്മക്ക് വേണ്ടി പോരാടുകയാണ് നമ്മൾ. ഇന്ന് നമ്മൾ മേളിൽ കയറണം. നമ്മൾ വീരനാണ്. ഓക്കെ ഗൈസ്. അയ്യോ അവൾ വരട്ട്. അവളിങ്ങോട്ട് വരുമല്ല. അയ്യോ അവള് എടീ അവള് ദുഷ്ടത്തി. ഓക്കെ അവള് പോയിട്ടുണ്ട് ഗൈസ്. നമുക്കെന്നാ ജസ്റ്റ് ഒന്ന് നോക്ക്. ഓ ഗൈസ് അവള് മേളിലാണ് ഗൈസ്. അതുകൊണ്ട് അപ്പൊ ഗൈസ് നമ്മൾ മേളിലൊക്കെ കയറി വന്ന ഗൈസ്. എന്തൊക്കെയോ ഭാഗ്യത്തില് ആ ഭാഗ്യം അങ്ങ് നമ്മളുടെ ഏതോ വലിയ ഭാഗ്യമാണ് ഗൈസ്. എന്തൊക്കെയോ എങ്ങനെയാണ് എനിക്ക് തന്നെ ഒരു അറിയാൻ വയ്യ ഗൈസ്. നമ്മൾ മേളിൽ കയറി വന്ന രീതി. അപ്പൊ നമുക്ക് പിന്നെ അപ്പുറത്തെ റൂമിൽ പോവാം ഗൈസ്. നമുക്ക് ഓരോരോ റൂമിൽ പോയിട്ട് ചാക്ക് വേണം ഗൈസ്. ഒരു 12 ചാക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് ഗൈസ് നമ്മൾ കുറെ ഉണ്ട്. 2 ഉള്ളു ഗൈസ്. ഇനി നമുക്കൊരു 2 കൂടെ മതി ഗൈസ് നമുക്ക് ജയിക്കാൻ. അയ്യോ ഇതിനകത്ത് 2 കാണണേ. നമ്മൾ ജയിക്കും. നീ
ഇനി നമുക്ക് ഇനിയൊന്നും വേണ്ട ജയിക്കാനായിട്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ വാശി ജയിക്കുമോ ഇല്ലയോ? അതാണ് ഗൈസ് നമ്മളുടെ ഇന്നത്തെ ചാലഞ്ച് ഗൈസ്. വാശി ജയിക്കും ഗൈസ്. വാശി നമ്മളെല്ലാ ചാക്കും എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ജയിച്ചാ മതി. ജയിച്ചിരിക്കുന്നു ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടിച്ച് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി ചവിട്ടി അരയ്ക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇന്നത്തെ ടാർഗറ്റ് 10 മാറ്റി 15 ആക്കുവാണ്. എല്ലാവരും 15 ലൈക്ക് ചെയ്താൽ ഞാൻ ജയിക്കും ഗൈസ്. അപ്പോൾ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇന്നത്തെ കളി തീർന്നു ഗൈസ്. ബൈ ബൈ ആൻഡ് ഗുഡ് ബൈ.